പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തമായ സ്നേഹത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, ഈ പുതിയ ദിവസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും പ്രവാചകനായ ഏലിയായുടെ തിരുനാളിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഏലിയായോട് അങ്ങ് ചോദിച്ച ചോദ്യമാണ്: ഏലിയ, നീ അവിടെ എന്ത് ചെയ്യും? ദൈവമായ കർത്താവെ, അങ്ങയോടുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. തനിക്ക് വേണ്ടി ഒന്നും നേടാതെ സകലതും ദൈവത്തിനു വേണ്ടി നേടിയ വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. സറപ്തായിലെ വിധവയുടെ അരികിലേക്ക് അയക്കപ്പെടും. ആത്മഹത്യ ചെയ്യാനിരുന്ന അമ്മയും മകനെയും പ്രവാചകൻ വഴി വീണ്ടെടുക്കുകയും അവരെ കുടത്തിലെ എണ്ണ വറ്റുകയും കലത്തിലെ മാവ് തീർന്നു പോകാൻ വിധത്തിൽ അവരെ സംരക്ഷിച്ചു. ഏലിയാസ് മരിച്ച വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ധാരാളം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ദൈവമഹത്വം വെളിപ്പെടുത്തിയ വ്യക്തിയാണ് ഏലിയ. ഈ ഏലിയായുടെ തിരുനാളിൽ കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നു. തന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ചവരോട് കർത്താവെ, നീ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായം വിധിക്കും. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കിയില്ല. തെരുവീഥികൾ അവൻ്റെ ശബ്ദമാരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ ഞാൻ ചതഞ്ഞ ഞാങ്ങണ കുടിക്കുകയില്ല. പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ്രയിക്കും. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ഫ്രാൻസിസ് സെയിൽസ് പറഞ്ഞതുപോലെ, വളരെയേറെ സ്നേഹത്തോടെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് കുറച്ച് സ്നേഹത്തോടെ ഒരു വലിയ കാര്യം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. കാരുണ്യവാനായ കർത്താവെ, വലിയ സ്നേഹത്തോടെ നീ ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒന്നും അവഗണിക്കാതിരിക്കാൻ, ചെറിയ കാര്യങ്ങൾ പോലും അവഗണിക്കാതിരിക്കാൻ, നിൻ്റെ സ്നേഹത്തിലെല്ലാം നിറവേറ്റുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം